സ്ത്രീ ശക്തിയുടെ കരുത്തുറ്റ മുഖമായി മാറാനൊരുങ്ങുകയാണ് ആലക്കോട് പഞ്ചായത്ത് 18ാം വാർഡിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയും അധ്യാപികയും കൂടിയായ സിന്ധു മോഹനൻ. സിന്ധു ടീച്ചറുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഏതുവരെയായി നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം ടീച്ചർ. ഹായ്, നമസ്കാരം. ഏതുവരെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ? തിരഞ്ഞെടുപ്പ് നന്നായി നടക്കുന്നുണ്ട്. ഞങ്ങൾ വാർഡുകൾ മൊത്തം 3 ടേം കവർ ചെയ്തു. നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. എല്ലാവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ്. ആദ്യമായിട്ടാണ് അല്ല, ഞാൻ 2010-15 വർഷങ്ങളിൽ ഈ വാർഡിൽ തന്നെ മത്സരിച്ചിട്ട് സ്ഥാനാർത്ഥിയായിരുന്നു. പിന്നീട് ആലങ്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്തിലെ മൊത്തം കാര്യങ്ങളും ജനങ്ങളെയൊക്കെ കുറിച്ച് വ്യക്തമായി അറിയുന്ന രീതിയിൽ തന്നെയാണ് പ്രാവശ്യം ഇറങ്ങിയതും. അപ്പോൾ എൻ്റെ വാർഡിലായതുകൊണ്ട് തന്നെ ഈ വാർഡിലെ ജനങ്ങൾ എന്നല്ല, നമ്മളൊരു കുടുംബത്തിലെ ആൾക്കാരെ പോലെ തന്നെയാണ്, എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മൾ വാർഡിലുള്ള സമയത്ത് അവർക്കൊക്കെ ഉള്ള സമീപനങ്ങളും അവർക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളും അവരെന്നെ വിജയിപ്പിക്കും തന്നെയാണ് എൻ്റെ ഉറപ്പ്. അപ്പോൾ ടീച്ചറുടെ രാഷ്ട്രീയ രംഗത്തേക്കുള്ള കടന്നുവരവൊക്കെ എങ്ങനെയായിരുന്നു? അത് ഒരു പെട്ടെന്നുള്ള ഒരു വരവായിരുന്നു. ഞാൻ സ്കൂളിൽ SML ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത് 2001 മുതൽ. ഇപ്പോൾ 2010 വനിതാ സംവരണം വന്നോട് കൂടിയിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ ഞാൻ 5 വർഷം സ്കൂളിൽ നിന്നും വിട്ടുനിന്നു. നമ്മൾക്ക് ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലി ഇരുന്ന് വരുമ്പോൾ അത് ശരിയല്ലല്ലോ. ജനങ്ങളുമായിട്ട് കൂടുതൽ കോണ്ടാക്റ്റും അവരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണ ബാധ്യത നമുക്കുണ്ടല്ലോ. അങ്ങനെ 5 വർഷം ഞാൻ വിട്ടുനിന്നതാണ്. ഇപ്പോൾ തിരിച്ചും അത് കഴിഞ്ഞ് ഞാൻ അധ്യാപികയായിട്ട് വീണ്ടും തിരിച്ച് കയറി. ഇപ്പോഴും ഞാൻ വനിതാ ശാക്തീകരണത്തിൻ്റെ ഇതിൽ ഒരു വനിതാ സഹകരണ ബാങ്കിൽ പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ത്രീകൾക്ക് കുട്ടികളുടെ കാര്യങ്ങൾക്കും അതിനൊന്നും ചെറിയ വായ്പ കൊടുക്കാനും അതൊക്കെയായിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ ടീച്ചർ എന്നതിലുപരി ആലങ്കോട് പഞ്ചായത്തിൽ എവിടെ പോയാലും നമുക്കറിയുന്ന പാരൻസുകളായാലും ടീച്ചേഴ്സായാലും നമ്മളെ അടുത്തുനിന്ന് വരും. എല്ലാവരും പരിചിത മുഖങ്ങളാണ്, അവർക്ക് എന്നെയും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പരിചയപ്പെടുത്തലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യും, എൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ ഈ വനിതാ ശാക്തീകരണം പോലെ തന്നെ ടീച്ചർ വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? നാടിന് വേണ്ടി ഇപ്പോൾ ഞാൻ 5 വർഷമുള്ള കാലത്തോളം നമ്മൾ ചെയ്തിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ വരുമ്പോൾ അവർക്ക് അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അവർക്ക് മുൻതൂക്കം. നമ്മളൊരു കെട്ടിടങ്ങളോ ബിൽഡിങ്ങോ അതൊന്നല്ല, അവർക്ക് ജനങ്ങൾക്ക് സ്ത്രീകളുടേതായ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും. ഇപ്പോഴും നമ്മൾ വിചാരിക്കും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടണവർ ഇല്ല, വസ്ത്രത്തിന് ബുദ്ധിമുട്ടണവരില്ല എന്ന്. വെറുതെയാണ്. നമ്മൾ ഓരോ വീട്ടിൽ കയറി ചെല്ലുമ്പോഴും ഒരു ചെറിയ വീടിൻ്റെ ഉള്ളിൽ ചോർന്നൊലിക്കാൻ്റെ കെടുക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളിറക്കുന്നുണ്ട്. അവരങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ ഈ വർഷത്തിൽ എൻ്റെ അറിവിൽ ഞാൻ അറിഞ്ഞിടത്തോളം ഇപ്പോൾ ഈ 5 വർഷങ്ങളിൽ ഒരു വ്യക്തിഗത ആനുകൂല്യങ്ങളും നമ്മുടെ വാർഡുകളിൽ ആർക്കും ലഭിച്ചിട്ടില്ല. ഞാൻ കയറി ചെല്ലുമ്പോൾ അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഓൺ ഫണ്ട് വെച്ചിട്ടാണ് നമ്മുടെ ജനങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കെട്ടിടങ്ങളോ ബിൽഡിങ്ങോ കെട്ടിക്കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അതാണ് സംഭവം നടന്നിരിക്കുന്നത്. തീർത്തും നമ്മൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചതിൻ്റെ ശേഷം മാത്രമാണ് നമുക്ക് മറ്റുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പ്രധാനപ്പെട്ടത് അവരുടെ റോഡ്, മരുന്ന്, വസ്ത്രം, ആവശ്യം, പാർപ്പിടം, ഇതാണ് ഏറ്റവും അത്യാവശ്യം. പിന്നെ കിടപ്പിലായ രോഗികൾക്കുള്ള സ്വാന്തനം. നമുക്ക് ഈ ഡയാലിസിസ് പോലുള്ള രോഗികളൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ ഒരു സെൻറ്റർ തുടങ്ങണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ സാധിക്കട്ടെ തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ എല്ലാം വാർഡിലെ ഒരു സ്ത്രീകൾ പോലും നമ്മുടെ വീട് റിപ്പയർ അല്ലെങ്കിൽ കിണർ, കക്കൂസിൻ്റെ കുഴി, അങ്ങനെയാണ് ജനങ്ങൾക്ക് ഓരോരോ ആവശ്യങ്ങൾ വരിക. അവരെൻ്റെ അടുത്ത് തന്ന എല്ലാ അപേക്ഷകർക്കും അത് കൊടുക്കാനും അത് നൽകാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരിൽ ഒരാളെ മാറാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഈ തെരഞ്ഞെടുപ്പിനായിട്ട് പോകുമ്പോൾ അവരെന്നോടത് പറഞ്ഞിട്ട് അതിൻ്റെ നന്ദി അറിയിക്കുന്നുണ്ട്. അപ്പോൾ തീർത്തും ഇനിയും അതിലും കൂടുതലായിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനും അവരിൽ ഒരാൾ മാറാനും എനിക്ക് സാധിക്കും. എല്ലാ കാര്യങ്ങളും അവർക്കൊപ്പം നിന്നുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാനും അവരോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ അവരോട് ചേർന്ന് നിന്ന് അവരുടെ അഭിപ്രായത്തോടു കൂടി കൊണ്ടുവരാനും എന്നുള്ളൊരു ഉദ്ദേശമാണുള്ളത്. അപ്പോൾ നാട്ടുകാർക്കൊക്കെ സുപരിചിതയായ ടീച്ചർ ഇത്തവണ ഇലക്ഷനിൽ വിജയിക്കും എന്ന് തന്നെയാണോ പ്രതീക്ഷ? 100%. എന്നെ അറിയുന്ന എൻ്റെ നാട്ടുകാർ, എൻ്റെ ഒപ്പമുള്ളവർ, എൻ്റെ കുടുംബക്കാരെന്ന് തന്നെ പറയാം, അവരെന്നോടൊപ്പം ഉണ്ടാവും. അതെനിക്ക് 100% ഉറപ്പാണ്. ഞാൻ അവരുടെ കൂടെയും ഉണ്ടാവും. ഫാമിലി ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ്? നല്ല സപ്പോർട്ടാണ്, എല്ലാ ഭാഗത്തും സപ്പോർട്ടാണ്. ഓക്കെ.